ബഹുമാന്യരെ നമസ്കാരം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങൾക്ക് നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളെയും ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുമായി വലിയ ബന്ധമുണ്ടെന്ന് സ്വപ്നശാസ്ത്രവും മനഃശാസ്ത്രവും ഒരുപോലെ പറയുന്നു. അതുപോലെ ഭഗവാൻ നമ്മളിലേക്ക് സന്ദേശം പകരുവാൻ ഉപയോഗിക്കുന്നത് ഈ സ്വപ്നങ്ങളെയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ കാണാറുള്ളത് പക്ഷികളെ സ്വപ്നത്തിൽ കാണുന്നതാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ആകാശത്ത് സ്വതന്ത്രമായി പറക്കുന്ന പക്ഷികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പക്ഷികളെയോ സ്വപ്നം കണ്ടിട്ടുണ്ടോ? എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന വലിയ ഒരു മാറ്റത്തിന്റെ സൂചനയാകാം. ഈ അധ്യായത്തിൽ വിവിധതരം പക്ഷികളെ സ്വപ്നം കണ്ടാൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. വീഡിയോ മുഴുവനും കാണാൻ ശ്രമിക്കുക. പൊതുവെ സ്വപ്നശാസ്ത്ര പ്രകാരം പക്ഷികൾ എന്നത് സ്വാതന്ത്ര്യം, ആഗ്രഹങ്ങൾ, ശുഭവാർത്തകൾ, ആത്മീയത എന്നിവയുടെ പ്രതീകമാണ്. എന്നാൽ സ്വപ്നഫലം തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഏത് പക്ഷിയെ കണ്ടു, ആ പക്ഷി എന്താണ് ചെയ്യുന്നത്, അത് ഏത് നിറത്തിലുള്ളതാണ് എന്നതിനെയെല്ലാം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതിനാൽ ഓരോ പക്ഷികളും നൽകുന്ന സൂചനകൾ എന്തൊക്കെയെന്ന് വിശദമായി നോക്കാം. ആദ്യം നമ്മുടെ ദേശീയ പക്ഷിയായ മയിലിനെ സ്വപ്നം കണ്ടാലുള്ള ഫലമെന്തെന്ന് പറയാം. സ്വപ്നത്തിൽ മയിലിനെ കാണുന്നത് പൊതുവെ ഭാഗ്യം, സന്തോഷം, സമൃദ്ധി എന്നിവയുടെ ശുഭ സൂചകമായാണ് സ്വപ്നശാസ്ത്രം വ്യാഖ്യാനിക്കുന്നത്. പറക്കുന്ന മയിലിനെയാണ് സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ ജീവിതത്തിൽ ഭാഗ്യം തെളിയുന്നതിൻ്റെയും വലിയ വിജയങ്ങൾ ഉണ്ടാകും എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. വിവാഹിതർ മയിലിനെ സ്വപ്നത്തിൽ കാണുന്നുവെങ്കിൽ പെട്ടെന്ന് നല്ല വിവാഹാലോചനകൾ വരികയോ വിവാഹം വേഗം നടക്കുകയോ ചെയ്യുമെന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. അതുപോലെ ആൺമയിലിനെയും പെൺമയിലിനെയും ഒരുമിച്ച് സ്വപ്നം കാണുന്നുവെങ്കിലും നിങ്ങളുടെ വിവാഹ തടസ്സങ്ങൾ മാറി ഉടനെ വിവാഹം നടക്കുമെന്നും നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കടന്നു വരും എന്നതാണ് അർത്ഥം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹവും ലാളിത്യവും വർദ്ധിക്കും എന്നതിൻ്റെയും സൂചനയാണ്. മയിൽപീലിയെ സ്വപ്നത്തിൽ കണ്ടാൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു കാലം മുന്നിലുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു. മയിൽ ശബ്ദമുണ്ടാക്കുന്നതായി സ്വപ്നം കാണുന്നുവെങ്കിൽ വരാനിരിക്കുന്ന ചില പ്രധാനപ്പെട്ട വാർത്തകളെയോ നല്ല മാറ്റങ്ങളെയോ ആണ് സൂചിപ്പിക്കുന്നത്. വീട്ടിൽ മയിൽ വരുന്നതായി സ്വപ്നം കണ്ടാൽ ഉടൻ നല്ല കാര്യം നടക്കും എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. വെളുത്ത മയിലിനെ സ്വപ്നം കാണുന്നത് ലക്ഷ്മി കടാക്ഷം എന്നാണ് അർത്ഥം. സമൃദ്ധിയും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്താൻ പോകുന്നുവെന്നാണ് ഇതിനർത്ഥം. നിങ്ങൾ സ്വപ്നത്തിൽ പീലി വിളർത്തിയാടുന്ന മയിലിനെയോ മയിലിൻ്റെ ചിത്രത്തെയോ കാണുകയാണെങ്കിൽ അത് വളരെ ശുഭകരമായ ലക്ഷണമാണ്. അടുത്തത് പ്രാവിനെ സ്വപ്നത്തിൽ കണ്ടാലുള്ള ഫലങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. പ്രാവിനെ സ്വപ്നത്തിൽ കാണുന്നത് സമാധാനം, സ്നേഹം, സന്തോഷം, നല്ല വാർത്തകൾ എന്നിവയുടെ സൂചനയായാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. വെള്ള പ്രാവിനെ സ്വപ്നത്തിൽ കാണുന്നത് കുടുംബത്തിന് സമാധാനവും സന്തോഷവും ഉണ്ടാകുമെന്നതിൻ്റെ സൂചനയാണ്. മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങൾ മാറി സന്തോഷകരമായ അന്തരീക്ഷം സംജാതമാകുമെന്നും പുതിയ പ്രണയം, വിവാഹം എന്നിവ സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നും ഈ സ്വപ്നം സൂചന നൽകുന്നു. ഇനി കാക്കയെ സ്വപ്നം കണ്ടാലുള്ള ഫലം എന്താണെന്ന് പറയാം. കാക്കയെ സ്വപ്നം കാണുന്നത് മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. അകലെ നിന്നുള്ള എന്തെങ്കിലും വാർത്തകൾ നിങ്ങളെ തേടിയെത്തിയേക്കാം. എന്നാൽ അല്പം ജാഗ്രത പാലിക്കേണ്ടതും ആവശ്യമാണ്. കാരണം തൊഴിൽ രംഗത്തോ വ്യക്തി ജീവിതത്തിലോ ചെറിയ തടസ്സങ്ങളോ ശത്രുദോഷങ്ങളോ വരാൻ സാധ്യതയുള്ളതിനെ ഇത് സൂചിപ്പിക്കുന്നു. സ്വപ്നത്തിൽ ഒരു കൂട്ടം കാക്കകൾ പറക്കുന്നതും അതിലൊരെണ്ണം എന്തെങ്കിലും പഴം താഴെയിടുന്നതായി കണ്ടാൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകുന്നതിനെയും പുത്രഭാഗ്യത്തെയും ഇത് സൂചിപ്പിക്കുന്നു. അടുത്തതായി സ്വപ്നത്തിൽ മൂങ്ങയെ കണ്ടാലുള്ള ഫലം എന്താണെന്ന് പറയാം. മൂങ്ങയെ സ്വപ്നം കാണുന്നത് അറിവിൻ്റെയും വിവേകത്തിൻ്റെയും പ്രതീകമായാണ് സ്വപ്നശാസ്ത്രം കണക്കാക്കുന്നത്.
എങ്കിലും ചില സന്ദർഭങ്ങളിൽ രഹസ്യമായ കാര്യങ്ങൾ പുറത്തു വരുന്നതിൻ്റെയോ അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതിനെയോ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഇനി പരുന്ത്, അതുപോലെ കഴുകൻ ഇവയെ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണെന്ന് നോക്കാം. ഉയരങ്ങളിൽ പറക്കുന്ന പരുന്തിനെ സ്വപ്നം കാണുന്നത് വലിയ അധികാരം, ആഗ്രഹ സഫലീകരണം എന്നിവയെ സൂചിപ്പിക്കുന്നു. പരുന്തിനെ സ്വപ്നം കാണുന്നത് പൊതുവെ ജീവിതത്തിൽ ഉയർച്ചയും ശത്രുദോഷ ശമനം, ലക്ഷ്യബോധം എന്നിവയുടെ സൂചനയായി കണക്കാക്കപ്പെടുന്നു. ചത്ത പരുന്തിനെ സ്വപ്നം കാണുന്നത് അത്ര നല്ലതല്ല. കഷ്ടപ്പാടുകളോ അപകടങ്ങളോ വരുമെന്ന് ചില സ്വപ്നശാസ്ത്രത്തിൽ പറയുന്നു. കൃഷ്ണപരുന്തിനെ സ്വപ്നം കാണുന്നത് വിശേഷമാണ്. ജീവിതത്തിൽ വലിയ ഉയർച്ച ഉണ്ടാകുന്നതിൻ്റെ സൂചനയാണിത്. അതുപോലെ ശ്രീകൃഷ്ണ പരുന്തിനെ നേരിട്ട് കാണുന്നതും ഭാഗ്യമാണ്. കഴുകനെ സ്വപ്നത്തിൽ കാണുന്നത് വിജയം, സ്വാതന്ത്ര്യം എന്നിവയുടെ സൂചനയാണ്. പൊതുവെ നല്ലൊരു അർത്ഥം നൽകുന്ന സ്വപ്നമാണിത്. പറക്കുന്ന കഴുകനെ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ വേഗം തന്നെ വലിയ അവസരങ്ങളും ഭാഗ്യവും നിങ്ങളെ തേടിയെത്തുമെന്ന സൂചന നൽകുന്നു. കഴുകൻ തലയ്ക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്നതായി സ്വപ്നം കണ്ടാൽ ഇത് നിങ്ങൾക്ക് ചില മുന്നറിയിപ്പാണ് നൽകുന്നത്. ലക്ഷ്യബോധത്തോടെ അല്ല നിങ്ങളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മുതൽ തന്നെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം വയ്ക്കാൻ തുടങ്ങുക. കാരണം അങ്ങനെ അന്ന് തന്നെ ഒരു ലക്ഷ്യം വെച്ച് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ, നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയാൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുക തന്നെ ചെയ്യും എന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. അടുത്തത്, സ്വപ്നത്തിൽ തത്തയെ കണ്ടാൽ എന്താണ് ഫലമെന്ന് നോക്കാം. തത്തയെ സ്വപ്നത്തിൽ കാണുന്നത് പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കുന്നതിനും സംസാര ശേഷി കൊണ്ട് മറ്റുള്ളവരെ ആകർഷിക്കുന്നതിനും വഴിയൊരുക്കും എന്നതിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ വലിപ്പമില്ലാത്ത സംസാരമായിരിക്കണം, കാരണം ചെറിയ തെറ്റിദ്ധാരണകൾ വരാൻ സാധ്യതയുണ്ട്. അടുത്തതായി, അരയന്നത്തെ സ്വപ്നം കണ്ടാലുള്ള ഫലം എന്താണെന്ന് നോക്കാം. അരയന്നത്തെ സ്വപ്നം കാണുന്നത് ആത്മീയമായ ഉന്നതിയെയും ശുദ്ധമായ പ്രണയത്തെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. ഇനി ആകാശത്ത് പറക്കുന്ന പക്ഷികളെ സ്വപ്നം കണ്ടാൽ ഫലം എന്താണെന്ന് പറയാം. പക്ഷികൾ സ്വതന്ത്രമായി ആകാശത്ത് പറക്കുന്നത് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സ്വതന്ത്രപരമായ ഒരു ഘട്ടം ആരംഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ ലക്ഷണമാണ്. നിങ്ങളുടെ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും ഉടൻ ചിറക് മുളയ്ക്കും എന്നതിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്. അടുത്തത്, കൂട്ടിലടച്ച പക്ഷികളെ സ്വപ്നത്തിൽ കണ്ടാൽ എന്താണെന്ന് നോക്കാം. കൂട്ടിലടച്ച പക്ഷിയെ സ്വപ്നം കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ചില ബന്ധനങ്ങളോ സ്വാതന്ത്ര്യമില്ലായ്മയോ അനുഭവപ്പെടുന്നുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. ജോലിയിലോ വ്യക്തി ജീവിതത്തിലോ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല എന്ന മാനസികാവസ്ഥയാണ് ഈ സ്വപ്നം കാണിക്കുന്നത്. അടുത്തത്, പരിക്കേറ്റതോ ചത്തതോ ആയ പക്ഷികളെ സ്വപ്നം കണ്ടാൽ അത് അല്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ചില അവസരങ്ങൾ കൈവിട്ടു പോകാനോ മനസ്സിന് വിഷമങ്ങൾ ഉണ്ടാക്കാനോ സാധ്യതയുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ എന്തെങ്കിലും തീരുമാനം സൂക്ഷിച്ചെടുക്കണമെന്ന് പറയുന്നു. അടുത്തത്, പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നതായി സ്വപ്നം കണ്ടാൽ എന്താണ് ഫലമെന്ന് നോക്കാം. ഈ സ്വപ്നം കാണുന്നത് വളരെ വലിയ പുണ്യപ്രവൃത്തിയും സാമ്പത്തിക അഭിവൃദ്ധി നൽകുന്ന ഒന്നാണ്. നിങ്ങളുടെ നല്ല പ്രവൃത്തിക്ക് അർഹമായ ഫലം ഉടൻ ലഭിക്കുമെന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. ഒരു പക്ഷി നിങ്ങളുടെ കയ്യിൽ വന്നിരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും വലിയ അവസരമോ ഭാഗ്യമോ നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നതാണ് ഇതിൻ്റെ അർത്ഥം. ചുരുക്കത്തിൽ, മിക്ക സാഹചര്യങ്ങളിലും പക്ഷികളെ സ്വപ്നം കാണുന്നത് ശുഭകരമായ സൂചനകളായാണ് കാണുന്നത്. അഥവാ എന്തെങ്കിലും നെഗറ്റീവ് സൂചന നൽകുന്ന സ്വപ്നമാണ് കാണുന്നതെങ്കിലും ഭയപ്പെടേണ്ടതില്ല. ജീവിതത്തിൽ കൂടുതൽ ശ്രദ്ധയോടും ജാഗ്രതയോടും മുന്നോട്ട് പോകാനുള്ള ഒരു മുൻകരുതലായി ഇതിനെ കണ്ടാൽ മതിയാകും. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ ഒന്ന് അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.